السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെയും അവരുടെയും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമുക്കും കുടുംബത്തിനും അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സ് തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹറമിൽ മഹാന്മാരായ ഹാജിമാർ നടത്തിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളിലും മുഅ്മിൻ എന്ന ബന്ധത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ദുൽഹിജ്ജ മാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസം, ഏകദേശം 1433 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണെന്ന്. അറഫാ ദിവസത്തിന്റെയും വലിയ പെരുന്നാളിന്റെയും ഒക്കെ സന്ദേശം ആ ഓർമ്മ പുതുക്കുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ അയവിറക്കാനുള്ളത് അത് തന്നെയാണ്. 1433 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നടന്ന ആ പ്രഭാഷണം, ആ മനുഷ്യാവകാശ പ്രഖ്യാപനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വകാലത്തോടും സർവ്വലോകത്തോടുമാണ് നടത്തിയിട്ടുള്ളത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി പ്രമുഖൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സുദീർഘമായ ഹദീസിൽ, ഫവല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലവസിയ്യതുഹു ഇലാ ഉമ്മത്തിഹി. അറഫ മൈതാനിയിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 1,24,000-ഓളം വരുന്ന അനുയായികളോട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ആ പ്രഭാഷണം സർവ്വകാലഘട്ടത്തിലെയും സർവ്വ മനുഷ്യർക്കും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയും റസൂലുമായിട്ടുള്ള സർവ്വലോകർക്കും ആ പ്രഭാഷണം നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്ന്. അതിന്റെ ഒരു ഓർമ്മയാണ്. അതിന്റെ 1433ാമത് വാർഷികമാണ്. ഹജ്ജത്തുൽ വദാഇന്റെ സ്മരണയിൽ ഈ ദിവസങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവമാവേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹിജറയുടെ 10ാം വർഷം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിൽ സംഗമിച്ച വിശ്വാസികളിലൂടെ നൽകിയ ആ മഹത്തായ സന്ദേശത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പരിമിതമായ നിലയിൽ നമുക്കൊന്ന് കടന്നു വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കും. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കും. ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള പ്രധാനമായ പല ഹദീസുകളിൽ ഒന്ന് രണ്ടെണ്ണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പ്രഭാഷണത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിനോട് അങ്ങോട്ട് ചോദിക്കാ ചെയ്തത്, യാ അയ്യുഹന്നാസ്, ഞാൻ നേരത്തെ പറഞ്ഞു സർവ്വകാലഘട്ടത്തിലും സർവ്വലോകത്തോടും ഈ പ്രഭാഷണം എത്തുന്നു. അവിടുത്തെ ഈ ഹജ്ജത്തുൽ വദാഇന്റെ പ്രോജ്വലമായ സന്ദേശം എത്തുന്നു എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് യാ അയ്യുഹന്നാസ് എന്ന പ്രയോഗം. ഓ ജനങ്ങളെ എന്നാ പറഞ്ഞത്. മതങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ പ്രയോഗിക്കാം. ഓ ജനങ്ങളെ. അയ്യു യൗമിൻ ഹാദാ, ഈ ദിവസം ഏതാ? സ്വഹാബികളുടെ മറുപടി, അവിടെ കൂടിയവരുടെ മറുപടി, യൗമുൻ ഹറാം, പവിത്രമായ ദിവസമാണ്. പിന്നെ ചോദിച്ചു, ഈ നാട് ഏതാ? അപ്പോഴും മറുപടി പവിത്രമായ നാട് എന്ന്. ഈ മാസം, നമ്മൾ സംഗമിച്ചിരിക്കുന്ന ഈ മാസം ഏതാ? മറുപടിയും തഥൈവ, പവിത്രം എന്ന് തന്നെ. ഇങ്ങനെ
സദസ്സിനെ പൂർണ്ണമായും അതേക്കുറിച്ച് ഉണർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, فإن دماءكم وأموالكم وأعراضكم عليكم حرام. ഒരു പാരസ്പര്യ ബോധത്തിന്റെ ഒരിക്കലും അറ്റുപോവാൻ പാടില്ലാത്ത രീതിയിലുള്ള വലിയ സ്നേഹസാഗരമാ ഈ വാക്കിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിസ്വാർത്ഥമായി പാരസ്പര്യബോധത്തോടെ പരസ്പരം അതിനെ ബഹുമാനിക്കണം. എല്ലാവർക്കും ഇടയിൽ അത് പവിത്രം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റേത് എനിക്ക് മാത്രമല്ല, എന്റേതല്ല എന്റേത്, എന്റെ സഹോദരന്റെതും എന്റേതാണ്. ആ പ്രാധാന്യം ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചു. അതും ഒരു പവിത്രതയെ സങ്കല്പിക്കൽ തന്നെ. കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസം, ഈ ദിവസം, ഈ സ്ഥലം പവിത്രമെന്ന് പറയപ്പെട്ട പോലെ തന്നെ നിങ്ങളുടെ സഹോദരന്മാരുടെ അഭിമാനവും സമ്പത്തും അവന്റെ എല്ലാം നിങ്ങൾക്കും പവിത്രവും പ്രിയപ്പെട്ടതുമായിരിക്കണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സാധാരണ പ്രഭാഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലോ അല്ല. ഫഅഅദഹാ മിറാറ എന്നാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല, ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തിൽ കാണാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതോ വലിയ നിയോഗത്തിന്റെ പൂർത്തീകരണം എന്ന പോലെ ആകാശത്തിന്റെ സീമകളിലേക്ക് അവിടുത്തെ കണ്ണുകളെ നാട്ടി നിർത്തി ഉയരങ്ങളിലേക്ക് നോക്കി. അള്ളാഹുവിങ്കൽ നിന്നും ഏറ്റെടുത്തതിന്റെ പൂർത്തീകരണം, ഒരു ആത്മനിർവൃതി. എന്നിട്ട് ചോദിച്ചു, ഹൽ ബല്ലഗതു അല്ലാഹുമ്മ ഹൽ ബല്ലഗതു. പടച്ചോനെ, ഞാൻ എത്തിച്ചു കൊടുത്തില്ലേ അല്ലാഹുവേ, ഞാൻ എത്തിച്ചില്ലേ? എല്ലാവരെയും സാക്ഷിയാക്കിയാ ചോദിക്കുന്നത്, പടച്ചറബ്ബേ, ഞാൻ എത്തിച്ചില്ലേ? ഈ സൗഹാർദ്ദം, ഈ സ്നേഹം, ഈ ഇണക്കിച്ചേർക്കൽ, ഈ വിളക്കിച്ചേർക്കൽ, ഈ സമന്വയിപ്പിക്കൽ, ഈ സംയോജിപ്പിക്കൽ, മനുഷ്യർക്കിടയിൽ മനുഷ്യൻ എന്ന ബന്ധത്തെ കൂടുതൽ ഉറപ്പിച്ച, മനുഷ്യരുടെ ഏറ്റവും വലിയ സംഗമത്തിൽ, ലോകത്ത് അത്രയും വലിയൊരു സംഗമം നടക്കല് അസാധ്യ. അത് കൊല്ലങ്ങളോളം ഇതെങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്നും ജ്വലിച്ചു നിൽക്കുന്ന വാക്കുകൾ. എന്നിട്ടോ ആ സന്ദേശം അവിടം കൊണ്ട് പരിമിതപ്പെടല്ല. ആ സന്ദേശം ലോകത്ത് മുഴുവനും പ്രകാശം സ്ഫുരിച്ചു നിൽക്കുന്ന വലിയ ഒരു സമ്മേളനത്തിന്റെ സന്ദേശമായി നിലകൊള്ളണം. അവിടുന്ന് സ്വഹാബികളോട് പറഞ്ഞു, ഇവിടെ എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്. ഇവിടെ വന്നവർ വരാത്തവർക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. ലാ തർജിഉ ബഅദി കുഫാറാ. എന്റെ ശേഷം നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധതയിലേക്ക് പോവല്ലേ. അതായത് എന്താ? പരസ്പരം പിരടി വെട്ടാൻ നിങ്ങൾ അങ്ങുമിങ്ങും ആയുധമെടുക്കല്ലേ. സമൂഹത്തിന്റെ അനൈക്യം ആ വാക്കുകളിൽ ഒരു ദീർഘവീക്ഷണം പോലെ നിഴലിച്ചു നിൽക്കുന്നു. നിങ്ങൾ അങ്ങുമിങ്ങും വെട്ടല്ലേ, നിങ്ങൾ അങ്ങുമിങ്ങും വൈരികളായി നിൽക്കല്ലേ. ഒരു വലിയ സൗഹൃദ സന്ദേശം. 23 വർഷത്തെ പരിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്തിട്ടുള്ള കാലഘട്ടം മുഴുവനും എന്തോ ഉദ്ദേശിച്ചത് അത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അവസാനത്തെ വാക്കുകളിൽ പോലും ഇവിടെ എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോ അത് കേട്ടിരിക്കുന്നവർ എത്ര ആർദ്രമായ ഭാവത്തിലാണ് ഏറ്റെടുക്കുന്നത്, എത്ര ആത്മാർത്ഥതയിലാണ് ഏറ്റെടുക്കുന്നത്. എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ അവിടെ വെച്ച് യാത്ര തീരുമാനിക്കാം. വളരെ അപൂർവം സഹാബികൾ വീട്ടിൽ പോയി യാത്ര പറഞ്ഞിട്ട് വന്നു. ചിലര് പോയവരോട് എന്റെ വീട്ടിലും കൂടി യാത്ര പറഞ്ഞേരെ, ഞാനിത് എത്തിക്കാൻ പോവാ എന്ന് പറഞ്ഞു. ചിലര് പോയതേയില്ല, ഒട്ടകം തിരിഞ്ഞു നിന്നോടത്തേക്ക് ഇത് എത്തിക്കാൻ പോയി. അങ്ങനെ പോയോടത്ത് പല നാടുകളിലും സ്വഹാബികളെത്തി. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൽ
ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയ വന്നവരേറെയില്ല. റഡാറില്ലാത്ത കാലം, ഗൂഗിൾ മാപ്പില്ലാത്ത കാലം, വിശാലമായി കിടക്കുന്ന സമുദ്രത്തിൽ അലറി വിളിക്കുന്ന തിരമാലയുടെ വലിപ്പം പ്രശ്നമാക്കാത്ത സ്വഹാബത്തിന്റെ ആ മനക്കരുത്തിന്റെ പിന്നിലുണ്ടായത് അറഫ മൈതാനിയിലെ പ്രഭാഷണത്തിന്റെ കഴമ്പുള്ള വാക്കുകൾ. എന്നിട്ടോ ഹിമാലയത്തിന്റെ സാനുക്കളിലൂടെ യാത്ര ചെയ്ത സ്വഹാബികൾ ദീനുമായി നമ്മുടെ നാട്ടിലെത്തി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം തിരിഞ്ഞു നിന്ന ഭാഗത്തിന്റെ അറ്റം ചൈനയാണ്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം തിരിഞ്ഞു നിന്ന ഭാഗത്തിന്റെ അറ്റം ടുണീഷ്യയാണ്. മഹാനായ ഉഖബത്ത് ഇബ്നു നാഫിഅ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകം തിരിഞ്ഞു നിന്ന ഭാഗത്തേക്ക് മഹാനവറുകൾ യാത്ര തുടങ്ങി. ആഫ്രിക്കയുടെ ഭാഗം. മഹാനവറുകൾ പരിശുദ്ധമായ മക്കയിൽ നിന്നും യാത്ര തുടങ്ങി, അറഫയിൽ നിന്നും യാത്ര തുടങ്ങി ഈജിപ്തിലേക്ക്. കൈറോയിൽ അലക്സാണ്ട്രിയൻ കടൽ തീരം വഴി, തൊറാബൽസ് വഴി, ട്രിപ്പോളി വഴി, മൊറോക്കോ വഴി അവിടെ ചെന്നപ്പോൾ അറ്റത്തെത്തിയത് ഒരു കടലിന്റെ തിരമാല അലറി വിളിക്കുന്ന ഒരു മുനമ്പിലാണ്. ചരിത്ര പ്രസിദ്ധമായ തൊൻസാ പട്ടണം. ഒട്ടകം തിരിക്കാൻ ഇഷ്ടപ്പെട്ടതേയില്ല. ഈ ജീവിതം മുഴുവൻ യാത്ര, ഈ ജീവിതം മുഴുവൻ യാത്ര. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപന സ്മരണകളിലൂടെ പോകുന്ന ദിനങ്ങളിലാണല്ലോ നമ്മളുള്ളത്. ഇബ്രാഹിം നബിയുടെ ദൗത്യം എന്തായിരുന്നു? യാത്ര. റഹ്ലാത്ത് ഇബ്രാഹിം, എല്ലാം യാത്ര. എന്നാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടില്ല. അവിടുത്തെ കത്തുകളെ പോയത് മുഴുവനും സ്വഹാബികൾ. ചെന്നെടുത്ത് മുഴുവൻ ദീൻ. ഒരു കടൽ തീരത്തിലൂടെ അങ്ങനെ പോയാൽ മത്സ്യബന്ധനം നടത്തുന്ന പാവപ്പെട്ട ആളുകൾ സ്വഹാബികളെ സ്വീകരിച്ചാൽ, തീരദേശ പ്രദേശങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അവിടെ വലിയൊരു ചൈതന്യം തന്നെ കാണാം. നമ്മുടെ ഈ പരിസരം അങ്ങനെയല്ലേ? ഒരു സ്വഹാബി വന്നതിന്റെ വെളിച്ചം. എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ്. നക്ഷത്രം എന്ന് പറയുന്ന വാക്കിൽ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക പലതുണ്ട്. പ്രകാശമാവാം, ദിശ തെറ്റാത്ത, ആ ദിശയെ നിർണയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനന്തവിശാലമായ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പെട്ടാൽ ദിശ അറിയാനും അതിന്റെ ഒഴുക്കുകളിൽ നിന്നും നീന്തിക്കയറാനും ഒക്കെ, അല്ലെങ്കിൽ ഒരു കപ്പല് ഏറ്റവും വലിയ യാത്രാ സഹായമായി ഉപയോഗിക്കുന്ന മാർഗം നക്ഷത്രമല്ലേ? വഴി പിഴക്കില്ല. അവരിൽ ഏതെങ്കിലും ഒരാളെ പിൻപറ്റിയാൽ നിങ്ങൾ ഹിദായത്തിലെത്തി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഒരു വലിയ സന്ദേശം. വലിയ പെരുന്നാൾ ഇങ്ങനെ വന്നു പോവും, അറഫാ ദിവസം വന്നു പോവും, ദുൽഹിജ്ജ വന്നു പോകും. ഇത്രയും ത്യാഗം സഹിച്ച സ്വഹാബികൾ എല്ലായിടത്തും എത്തിക്കാൻ പോയത് അതെന്താന്ന് മറന്നും പോവും. അതെന്താണെന്ന് മറന്നു പോകും സഹോദര. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്നത്തെ പ്രഭാഷണം കേട്ടോളൂ. മഹാനായ അബൂ ഉമാമ എന്ന പ്രമുഖനായ സ്വഹാബി ഉദ്ധരിക്കുകയാണ്. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖതബനാ ഫീ യൗമി ഹജ്ജത്തുൽ വിദാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിയിലെ അന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാനത് പങ്കുവെക്കട്ടെ. അന്ന് ഹബീബായ നബി തങ്ങൾ സദസ്സിനെ വിളിച്ചത് അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. നേരത്തെ പറഞ്ഞ മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്കുള്ള ഒരു സ്നേഹ സൗഹാർദ്ദത്തെയാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്നത്. ഇത് സർവ്വ കാലഘട്ടത്തിൽ നബിയെ അംഗീകരിച്ചാലും ഇല്ലേലും സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചവനും അംഗീകരിക്കാത്തവനും നബിയും റസൂലാ. അപ്പോൾ പറയപ്പെടുന്ന വാക്കിന് അതിൻ്റെതായ ഒരു ശാസ്ത്രീയത ഉണ്ടാവണം. ഓ ജനങ്ങളെ, നാല് കാര്യം ചെയ്തോ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും 4 കാര്യത്തിൽ നിങ്ങൾ നിന്നോ നിങ്ങൾക്ക് സ്വർഗമാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ. അത്തിയു റബ്ബക്കും
റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. അല്ലാഹുവിനെ വഴിപ്പെടണേ. പിന്നെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം, വസല്ലൂ ഖംസകും, 5 വഖത്ത് നിസ്കാരം നീതിപൂർവം നിങ്ങൾ അത് നിർവഹിച്ചു പോകണേ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യ് തമ്പുരാനെ. മൂന്നാമത് പറഞ്ഞു വഅദ്ദു സകാത അംവാലിക്കും, സാമ്പത്തിക രംഗത്തെ ഇസ്ലാമിക മാനത്തെ മുഴുവനും നിങ്ങൾ പാലിക്കണേ. സകാത്ത് കൃത്യമാക്കണേ, സദഖ നിങ്ങൾ കൃത്യമാക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത് പറഞ്ഞു നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കണേ. മറ്റു ചില റിവായത്തിലുണ്ട് മൂക്ക് ചെത്തിയ ഒരു നിഗുരയാണ് നേതൃത്വത്തിലുള്ളതിൽ പോലും അംഗീകരിക്കണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അംഗീകരിക്കണം എന്ന് പറയുന്നിടത്ത് അനൈക്യം വരാതിരിക്കാനാണ്. നേതൃത്വത്തെ അംഗീകരിക്കണേ. എന്നാൽ തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് നിഷ്പ്രയാസം എത്താൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സന്ദേശം ലോകം മുഴുവൻ പ്രചരിച്ചു. ഇത് എന്നും വലിയൊരു പ്രകാശമാണ്. അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, എന്നിട്ട് പറഞ്ഞു ആരാണ് മുഅ്മിൻ എന്ന് അറിയണേ. ആരാണ് മുഅ്മിൻ? ഞാൻ മുഅ്മിനാണോ? നിങ്ങൾ മുഅ്മിനാണോ? ആണെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി ഹജ്ജ് ചെയ്തിട്ടുള്ളതായ ദുആയിൽ നമുക്ക് കൂടാൻ പറ്റൂ. ദുആ ചെയ്യണേന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞേക്കും. അങ്ങോട്ട് പോകുന്ന ആളുകളെ പറ്റി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് വഫ്ദുള്ള എന്ന, അള്ളാഹുവിന്റെ വിരുന്നുകാരായി ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പോകുന്നവരവര്. നമ്മുടെ ഒരു നിവേദക സംഘം അങ്ങോട്ട് പോയത്, അല്ലാതെ അവര് പൈസ മുടക്കി അവർക്ക് മാത്രമല്ല ഹജ്ജ് ഉള്ളത്. ആ ഹജ്ജിന്റെ അംശം ലോകത്തുള്ള എല്ലാവർക്കും കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ നടക്കുമ്പോ അതിൽ ഞാനും നിങ്ങളും കൂടണമെങ്കിൽ അതിന് കേട്ടോളൂ. ആരാ മുഅ്മിൻ? മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വഅൻഫുസിഹിം, മറ്റുള്ളവന്റെ സമ്പത്തും ശരീരവും ആരിൽ നിന്നും നിർഭയത്വത്തിൽ ഉണ്ടോ അവനെ മുഅ്മിൻ എന്ന് പറയാം. നമ്മളായിട്ട് മറ്റുള്ളവന്റെ സമ്പത്തിനും മറ്റുള്ളവന്റെ ശരീരത്തിനും അവനെ വേദനിപ്പിക്കാനും പോകരുത്. പോയാൽ നമ്മൾ മുഅ്മിനല്ല. ഒന്നുകൂടി പറഞ്ഞു, വൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, എല്ലാ മനുഷ്യന്മാർക്കും നാവും കൈയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റുന്ന വ്യക്തിയെയാണ് മുസ്ലിം എന്ന് പറയാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവന്റെ സമ്പത്തിനും ശരീരത്തിനും നമ്മുടെ നാവും കൈയും പ്രശ്നമായിട്ട് ചെല്ലരുത്. സൂക്ഷിക്കേണ്ടതാണ്, വർത്തമാനം സൂക്ഷിക്കേണ്ടതാണ്. വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹ്, ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുന്നവൻ ആരാണെന്ന് അറിയുമോ? അവസാനത്തെ പ്രഭാഷണമാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ജിഹാദ് നടത്തുന്നവൻ ആരാണ്? സ്വന്തം ശരീരത്തെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബലം പ്രയോഗിക്കുന്നവൻ. എന്തൊരു തണുപ്പായിരുന്നു ഇന്ന് സുബഹിയുടെ നേരം. എന്നിട്ടും നമ്മുടെ മുഅ്മിനീങ്ങളായ സഹോദരന്മാർ ഇടയത്താഴത്തിന് വേണ്ടി നോമ്പെടുക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടാവാം, തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ടാവാം, സുബഹിയുടെ ജമാഅത്തിനും കോരിച്ചൊരിയുന്ന മഴയത്ത് കടന്നു വന്നിട്ടുണ്ടാവാം. അതാണ് പറഞ്ഞത്, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോവാൻ കഴിയലാണെന്ന് അവസാനത്തെ പ്രോജ്വല പ്രഭാഷണത്തിന്റെ വചനമേ സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ഹിജറ പോകുന്നവൻ? നമ്മുടെ ഹിജറ എന്താ? കുറ്റകൃത്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവലാണ് നമ്മുടെ ഹിജറ. ആ വാക്കിന്റെ അർത്ഥം വെടിഞ്ഞു നിൽക്കുക എന്നാണ്. ഹിജറ ഇന്നും ആ അർത്ഥത്തിൽ സാധ്യമാ. ഹിജറ എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്നും മാറാം. ഇതൊക്കെ പറയാൻ ആ സ്വഹാബികൾ വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചെന്നപ്പോ അപരിചിതം എന്നവർക്കൊന്നും അനുഭവപ്പെട്ടില്ല. എല്ലാവരും ഈ മഹിതമായ സന്ദേശത്തിന്റെ അതിന്റെ സത്യസന്ധതയെ അങ്ങ് കണ്ടു. ആ മുഖങ്ങൾ മൗനത്തിൽ വലിയ സംഭാഷണങ്ങൾ നടത്തി. അവിടെ വലിയ വലിയ കുടുംബങ്ങളും തറവാടുകളും അവരുടെ മഹിമ പറഞ്ഞ് വലിപ്പം കാണിച്ചു കൊണ്ടിരുന്നോടത്തുനിന്ന് അതൊന്നും ഒന്നുമല്ല.
എല്ലാവരും സമന്മാർ. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടൊരേഴച്ചറൂമം പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനെത്തി ചാരത്തടുത്തിടാം, ചുറ്റും പേടിക്കേണ്ട നമ്പുരാരേ. സമഭാവം. 23 വർഷത്തെ പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധനം. അല്ലാഹുവിന്റെ ഹബീബ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഈ ആയത്ത് എന്താണോ ലോകത്ത് പറഞ്ഞത്? തീർച്ചയായും മുഅ്മിനീങ്ങളെ, ഒരു വയറ്റിൽ ജന്മമെടുത്ത ബന്ധമാ നിങ്ങൾക്കിടയിൽ ഉള്ളതെന്ന് ഖുർആൻ. 4 ആയത്താണ് ഈ അധ്യായത്തിൽ ഇതുപോലെ അടുത്തടുത്ത് വന്നിട്ടുള്ളത്. അവിടെ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. എത്ര ദിവസം വഴുതു പറഞ്ഞാലും ലോകത്ത് പിന്നെയും പിന്നെയും പുതുക്കം അനുഭവപ്പെടുന്ന ആയത്തുകളായത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു വയറ്റിൽ ജന്മമെടുത്ത ബന്ധ നിങ്ങൾക്കിടയിലുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കും അങ്ങനെ തോന്നാം. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ആരെങ്കിലും അങ്ങുമിങ്ങും വഴക്ക് പിണക്കങ്ങൾ ഉണ്ട് എങ്കിൽ അവരുടെ ഇടയിൽ മസ്ലഹത്തുണ്ടാക്കൽ നിങ്ങളുടെ ധർമ്മമാ. നിങ്ങൾ ഉണ്ടാക്കാനേ പാടില്ല. എവിടെയും വഴക്കോ പിണക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മസ്ലഹത്ത് നിങ്ങളുടെ ധർമ്മമാ. ഇതൊക്കെ തഖ്വയിലാ. ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇങ്ങനെ അങ്ങ് പോരുകയാ സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം. കളിയാക്കാൻ പാടില്ല, ഇരട്ടപ്പേര് വിളിക്കാൻ പാടില്ല, കുത്തുവാക്ക് അരുതേ, ഗീബത്ത് പറയല്ലേ എന്ന് മാത്രമല്ല, പറയലിൽ മാത്രമല്ല, മോശമായ ഭാവന പോലും അരുതേ എന്ന് ഖുർആൻ. ഇതുപോലെ ആർക്ക് പറയാൻ കഴിയും? ഈ പ്രബോധനത്തിന്റെ പര്യാവസാനത്തിൽ പോലും 23 വർഷം തികയുന്നോടത്ത് സൂറത്തുൽ മാഇദയുടെ ആയത്തുകൾ ഇറങ്ങുമ്പോഴും ഹബീബായ നബി തങ്ങൾ ദീൻ പൂർണ്ണമായി എന്ന് സഹാബികളോട് പ്രഖ്യാപിക്കുമ്പോഴും അവസാനത്തെ പ്രഖ്യാപനത്തിലും അവസാനത്തെ പ്രഭാഷണത്തിലും സഹോദരബോധം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെരുന്നാളിന് വന്നു, ആലിംഗനം ചെയ്തു. തമാമു തഹിയ്യാത്തിക്കും അൽ മുസാഫഹ സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പരസ്പരം സലാം പറയുന്നുണ്ടല്ലോ, നമ്മൾ പരസ്പരം സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. അഭിവാദ്യത്തിന്റെ പൂർണ്ണത മുസാഫഹത്തിലൂടെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആലിംഗനങ്ങളുണ്ടല്ലോ, പെരുന്നാളിൽ നമ്മൾ അത് യഥേഷ്ടം ചെയ്യാറുണ്ടല്ലോ. എന്താണ് അതിന്റെ സന്ദേശം? ഇടനെഞ്ചിന്റെ മിടിപ്പ്, ഇടനെഞ്ചിനോട് സംസാരിക്കുന്ന ലോകത്തെ അപൂർവമായ ഒരു കെട്ടിപ്പിടിക്കലാത്. ഏറ്റവും വലിയ ഒരു സന്ദേശത്തിന്റെ കൈമാറ്റം. ഹൃദയം ഹൃദയത്തോട് സ്വകാര്യം പറയുന്ന സമയം, ഇടത്തെ നെഞ്ചിനോട് അമർത്തിവെക്കുന്ന ഒരു സമയം. എത്രമാത്രം സ്നേഹ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് കൈമാറാം. അവിടെ വലിയൊരു സംഭാഷണം ഉണ്ടെന്ന ഈ ഹൃദയത്തിന്റെ മിടിപ്പ്, ആ ഹൃദയത്തോട് എന്തൊക്കെയോ സ്നേഹം സംസാരിച്ചു. ഇതൊക്കെ പറയുന്ന പെരുന്നാൾ, ഇതൊക്കെ പറയുന്ന ഇബ്രാഹിമി സന്ദേശം, ഇതൊക്കെ പറയുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം. ഇതൊക്കെ കേട്ട് കരളലിഞ്ഞ സ്വഹാബികൾ. മണിക്കൂറുകളോളൊന്നും സംസാരിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനിറ്റുകൾ മാത്രം, വളരെ കുറഞ്ഞത് പറഞ്ഞേ ഉള്ളൂ. അത് ലോകത്ത് മുഴുവൻ ആ പ്രഭാഷണ ഇന്നും ഇങ്ങനെ ഈ സൗഹാർദ്ദത്തിൽ തിളങ്ങി നിൽക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു പവിത്രമായ സമയത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ വില മനസ്സിലാക്കാം. അറഫാ ദിവസവും അറഫാ സംഗമവും ഒക്കെ ലോകത്ത് തരുന്ന ഒരു വലിയ റഹ്മത്തുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചിട്ടുള്ളത്,
ലോകത്ത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് പെയ്തിറങ്ങുന്ന സമയം എന്നാണ്. ആ റഹ്മത്ത് പെയ്തിറങ്ങുന്ന നേരത്തെ നോക്കിയിട്ട് ഇബ്ലീസ് കൊഞ്ഞനം കുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന നേരത്ത് 10,000-കണക്കിന് വരുന്ന മനുഷ്യന്മാർ മിനിറ്റുകളിൽ നരകമോചിതരാവാം. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പ്രതീതിയോടുകൂടെ നാം കാണുന്ന ആത്മീയമായ ഒരു നോട്ടം തന്നെ വേണം പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ. ബദർ കഴിഞ്ഞാൽ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ നിന്ദ്യനായത് അറഫയുടെ ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് വഴിപിഴപ്പിക്കുമെന്നും ആദം സന്തതികളെ മുഴുവനും മോശക്കാരാക്കുമെന്നും പ്രതിജ്ഞ ചെയ്ത് ഉറഞ്ഞു തുള്ളി വന്ന ഇബ്ലീസ് നാണക്കേട് സഹിക്കാൻ കഴിയാതെ ശിരസിലേക്ക് മണ്ണ് വാരിയിടുന്ന ദിവസം അത് അറഫയുടെ ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാള് മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് തരുമ്പോ ആ കുത്തിത്തിരിപ്പും കുശുമ്പ് പറയലും അങ്ങുമിങ്ങും വഴക്കിടിക്കലും അതൊക്കെ അങ്ങ് നിർത്തിയിട്ട് ആയുസ് കുറവ എന്ന ഒരു ബോധത്തോടുകൂടെ കുറഞ്ഞ നാളെങ്കിലും ഒരു നല്ല മനുഷ്യനാവാൻ നാം ഓരോരുത്തരും തയ്യാറാവണം എന്നത് ഓരോ ദുൽഹിജ്ജ മാസത്തിന്റെയും ഈ സ്മരണ നമ്മുടെ മുന്നിൽ തരുന്ന വലിയ സന്ദേശമായി ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കൂ റഹ്മാനേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബേ, ഈ അടുത്ത ദിവസങ്ങളിലായി വിദേശത്തേക്ക് പോവേണ്ട മക്കൾക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. യാത്രകൾ എളുപ്പമാക്കണേ അല്ലാഹ്. ഖൈറായ ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, പെട്ടെന്ന് മുഖം കോടിപ്പോയ ഒരു സഹോദരി ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം മോഡേൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, ആ സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, വാഹനത്തിൽ നിന്നും വീണ് പേടി തട്ടിയ ഒരു സഹോദരി അതിന്റെ ഭയപ്പാട് കൊണ്ട് മാനസികമായും ശാരീരികമായും വിഷമിക്കുന്നുണ്ട്. പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ അപകടത്തെ പൂർണ്ണമായും തരണം ചെയ്ത് അതിജയിക്കാനുള്ള ഭാഗ്യം ആ സഹോദരിക്ക് നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാനസിക പ്രയാസങ്ങളുള്ള ഭാര്യയ്ക്ക് വേണ്ടി ദുആരക്കാൻ ഒരു സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, 17 വയസ്സുള്ള ഒരു സഹോദരി ക്യാൻസർ രോഗമാ മെഡിക്കൽ കോളേജിൽ നിന്നും മടക്കി. ഇപ്പോൾ അവർ തിരുവനന്തപുരം RCCയുടെ ചികിത്സയിലാണ്. റബ്ബേ, 3 പെൺമക്കൾ മാത്രമുള്ള വീടാണ് അല്ലാഹ്. അവരുടെ പിതാവ് മരിച്ചുപോയി. ആ 17 വയസ്സുള്ള പൊന്നുമോൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഒരു പാവപ്പെട്ട കുടുംബമാണ് തമ്പുരാനെ. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ഉദ്ഹിയ കർമ്മങ്ങൾ, ഞങ്ങളുടെ സഹോദരന്മാരുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ, വലിയ പെരുന്നാളിന്റെ അമലുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉദ്ഹിയത്തിന്റെ എല്ലാ കാവലും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കൊറോണയുടെ ആവർത്തനം ഭൂമിയിൽ ഉണ്ടാവല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാഹ്. നാട്ടിലും വിദേശത്തും ബിസിനസ് ചെയ്യുന്നവർക്ക് ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്.
അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഈ പള്ളിയുടെ ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അവസാനം നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, വളരെ നിഷ്പ്രയാസത്തിൽ ലളിതമായി നാവിൻ തുമ്പിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹജ്ജ് നിർബന്ധമായവർക്ക് നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.